ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസുള്ള 4 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. അതിന് പച്ചമണലൊന്ന് മാറുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാക്കട്ടിയും പകുതി മതി. അതേപോലെ തന്നെ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. ചെറിയൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാമോളം ചിക്കന് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ടാലും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു നുള്ള് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കൈയളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കലാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്. നല്ലോണം ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും കുരുമുളകെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് തന്നെ അതെല്ലാം കൂടുതൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യലാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡ് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു കുപ്പിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഈ സൈഡില്ലേ, ബ്രെഡിൻ്റെ സൈഡ് കളഞ്ഞിട്ട് കള്ളിയിലായാലും കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്താലും മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡില്ല, ആ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് ഇതേപോലെ നമ്മൾ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ അധികം സൈഡോട്ടാക്കിയിട്ട് വെക്കണ്ട. മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് ഞാൻ നമ്മൾ ഉടച്ച് വെച്ച മുട്ടയില്ലേ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. മറ്റൊരു ബ്രെഡ് പീസും കൂടി ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ട ആയി കൊടുക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ആയതുകൊണ്ട് തന്നെ ബ്രെഡ് നല്ലോണം അവിടെ ഒട്ടിയിട്ട് നിൽക്കും. അപ്പോൾ ഒന്നായിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ മുഴുവനും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിൽ അതിൻ്റെ സൈഡ് ഇതേപോലെ മുട്ടയിലേക്ക് മുക്കി കൊടുക്കുക. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ പാനിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. നോമ്പ് നമ്മൾ കൂടുതലായി ഉണ്ടാക്കിയെടുക്കുന്നത് എണ്ണക്കടികളാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം മുഴുവനും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഇതിന് മുകളിലേക്ക് മുട്ട ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ട കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം.
പിന്നെ ഞാൻ ആദ്യം 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ 2 മുട്ട കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ടോട്ടലായിട്ട് 14-15ഓളം സ്നാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി വലിയ ബ്രെഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ മുഴുവനായും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.